ഹലോ എവരിബഡി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നമ്മളൊരു ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്തൊക്കെയാണ് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ മെയിൻ്റെനൻസ് ചെയ്യാനുള്ള ഇതിനെ നമ്മൾ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ഡെയിലി, വീക്ക്ലി ആൻഡ് മന്ത്ലി. അപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബയോഗ്യാസ് പ്ലാന്റിന് നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ഫീഡ് ചെയ്യാം. അതൊരു പക്ഷേ കിച്ചൺ വേസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്തു പോകുന്ന മറ്റു വേസ്റ്റുകളായിരിക്കാം. പിന്നെ ഒരിക്കലും നമ്മളതിനെ ഓവറായിട്ട് നമ്മൾ ഫീഡ് ചെയ്യരുത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു 1 മീറ്റർ ക്യൂബിൻ്റെ ഒരു റിയാക്ടറാണ് അല്ലെങ്കിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആണെങ്കിൽ നമ്മളൊരു 15 kg വരെ നമ്മൾ വേസ്റ്റ് ഇടുക, അതിൽ കൂടുതൽ നമ്മൾ ഇടരുത്. പിന്നെ എല്ലാ ദിവസവും ഒരേ ലോഡ് നമ്മൾ ഫീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഫീഡ് ചെയ്യുന്നതിന് മുന്നേ സ്ലറി നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അത് ബ്ലോക്കേജ് ഉണ്ടാക്കാൻ കാരണമാകും. ഇത്രയാണ് നമ്മൾ ഫീഡിങ്ങിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നമ്മൾ ഗ്യാസ് എത്രമാത്രം ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടി ഗ്യാസിൻ്റെ പ്രഷർ നോക്കുക. അതിന് നമ്മൾക്ക് ഒരുപക്ഷെ ഒരു പ്രഷർ ഇൻഡിക്കേറ്റർ വല്ലതും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡുമായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി വീക്ക്ലി ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ ഗ്യാസിൻ്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റ് ടാങ്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് എന്തെങ്കിലും ബിൽഡപ്പ് വല്ലതും ഉണ്ടോ, അതായത് ഒത്തിരി സോളിഡ് റെസിഡ്യൂ ഉണ്ടോ. ചിലപ്പം ഈ സ്കം ലെയർ ഫോർമേഷനൊക്കെ വരും, നമ്മൾ ഒത്തിരി ഓയിലി ആയിട്ടുള്ള സബ്സ്റ്റൻസൊക്കെ നമ്മുടെ ഡൈജഷനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഗ്യാസ് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഗ്യാസ് ലീക്കുകളുണ്ടോ എന്ന് നോക്കുക. അതായത് പ്രത്യേകിച്ച് നമ്മളുടെ ബയോഗ്യാസ് ഡൈജസ്റ്ററിൻ്റെ അവിടുന്ന് നമ്മുടെ കിച്ചണിലേക്ക് വരുന്ന ആ പൈപ്പുണ്ടല്ലോ, ആ പൈപ്പിൽ എന്തെങ്കിലുമൊക്കെ ലീക്കേജ് ഉണ്ടോ എന്ന് നമ്മൾ കുറച്ച് സോപ്പ് വെള്ളം ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് പത പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ലീക്ക് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. സോ അത് നമ്മൾ വീക്ക്ലി ഒന്ന് നോക്കുക, സോ ദാറ്റ് വി വിൽ നോട്ട് ലൂസ് എനി ഗ്യാസ്. പിന്നീട് നമ്മൾ ചെയ്യാനുള്ളത് മന്ത്ലി മെയിൻ്റനൻസ് ആണ്. ആ മന്ത്ലി മെയിൻ്റനൻസിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ ബയോഗ്യാസിനകത്തൂടെ കടന്നു വരുന്ന വാട്ടർ കാണും. അപ്പോൾ ആ വാട്ടർ ഒരു പക്ഷേ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് ദ ഗ്യാസ്. അപ്പം ആ വാട്ടറൊക്കെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് കളയുക. പിന്നെ മന്ത്ലി നമ്മൾ ആ ഗ്യാസ് പ്രൊഡക്ഷൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ആ ട്രെൻഡ് ഒന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ വി ക്യാൻ ടേക്ക് ദ പ്രിക്കോഷൻസ് ടു മെയിൻറ്റെയിൻ ഇറ്റ് പ്രോപ്പർലി. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിനെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. So start using these techniques. Thank you.